തിരുവനന്തപുരം വെള്ളറടയിൽ നടന്ന ഒരു കൊലപാതകം. അച്ഛനെ വെട്ടി അങ്ങോട്ട് കൊന്നു കളഞ്ഞു മോൻ. അമ്മയുടെ അടുത്ത് മൈക്കൊണ്ട് കൊടുക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ കണ്ടത്. അപ്പോൾ അമ്മ ഇരുന്നുകൊണ്ട് പറയുന്നത് മുഴുവൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഓം എന്നൊരു സൗണ്ട് അവൻ്റെ മുറിയിൽ നിന്ന് കേൾക്കുമായിരുന്നു. അത് കാരണമാണ് ചെറുക്കൻ അച്ഛനെ കയറി വെട്ടിയതെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ തലയിൽ കൊണ്ടുവച്ചാൽ മതിയല്ലേ. ഒരു കാരണവശാലും പുള്ളി ഇതുപോലുള്ള ആഭിചാരക്രിയയിൽ പോകാനുള്ള ഒരു വഴിയും അമ്മ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവന് സുഹൃത്തുക്കളില്ല, അവിടെ വേറെ ഒരു ഹിന്ദു പൂജാരിമാരും വരുന്നില്ല, ഒന്നുമില്ല. അവൻ വിദേശത്തു നിന്ന് വന്ന ഉടനെ അവൻ ഇങ്ങനെ ആയി എന്നാ പറയണത്. എൻ്റെ പൊന്നമ്മ, നിങ്ങളുടെ കൈയിരിപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയതെന്ന് ഞാൻ പറയും. ഈ ഒരു സാധു അമ്മയെ നോക്കി ഇതേ എന്തൊക്കെ പറയണം. അതാണ് വാസ്തവം. അതാണ് അവിടെ സംഭവിച്ചത്. അവിടെ ഒരു മതവും അവരെ സപ്പോർട്ട് ചെയ്തതല്ല. ഈ മകൻ മുൻപേ തന്നെ ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടായിരുന്നു. അവന് ഹെവി ഡിപ്രഷനാണ്. അതിൻ്റെ വേർഡ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതൊരു ഈ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവന് ഹെവി ഡിപ്രഷനിലായിരുന്നു. അതിൻ്റെ റീസൺ ഈ മാതാപിതാക്കൾ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു ഈഗോ അവർക്ക് ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ കുട്ടിയുടെ ഭാവി എന്താകും എന്ന് പറഞ്ഞു കുട്ടിക്കുണ്ടായ ഈ മാറ്റങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചു. ഒരുപക്ഷെ ഇപ്പോൾ ഈ ചെറുക്കൻ ഇങ്ങനെ ഒരു വെട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തവരെ നന്നാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതം കൂടെ പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. അവന് കൂട്ടുകാർ കുറവാണ്. അങ്ങനെ കൂട്ടുകാർ കുറഞ്ഞ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതുണ്ടായിട്ടില്ല. അവിടെ ഒരു അമ്മുമ്മയോ അച്ചമ്മയോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സപ്പോർട്ടിങ് മീൻസ് ഉപദ്രവം തന്നെയാണ്. ഒരു വിധത്തിലുള്ള അമ്മായിമ്മമാരുടെയും അച്ചമ്മമാരുടെയൊക്കെ ഉപദ്രവം തന്നെയാണ് പലരെയും ബോൾഡ് ആക്കുന്നത്. കുട്ടി എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. അവന് ഒരു കുറവുമില്ല എന്ന അഭിമാനത്തോടു കൂടി അമ്മച്ചിരുന്ന് പറയുകയാണ്. ഭർത്താവിനെ തല്ലിക്കൊന്നത് അതുകൊണ്ടായിരിക്കും. ഭർത്താവിനെ വെട്ടിക്കൊല്ലാനുള്ള കാരണവും അവർ പിന്നീട് ഗ്രാജുവലി പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് അവർ കൃത്യമായി പറയുന്നുണ്ട്. അതായത് പയ്യൻ 3 പ്രാവശ്യം അവൻ തന്നെ പറഞ്ഞു ഇത്രേ അവന് മാനസികമായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട്, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ. അവന് ഭ്രാന്താണ്, അവൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് ഈ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുമ്പോൾ അച്ഛൻ അതിന് പറയാം. അച്ഛൻ പറയട്ടെ എന്ന് മകൻ പറയുന്നുണ്ട്. അവിടെ അച്ഛൻ ചെയ്യേണ്ടിയിരുന്നതെന്നറിയാം. അത് ആ സൈക്കാട്രിസ്റ്റിനും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു. മകൻ എന്തോ ഇങ്ങനെ ഒരു തോൽവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിലുണ്ടായ ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു. കുറച്ച് ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം ഈ രീതി സൗമ്യമായി അത് അവതരിപ്പിച്ചിരുന്ന ഒരുപക്ഷെ ഇത്രയും പക അവൻ്റെ ഉള്ളിൽ വരത്തില്ലായിരുന്നു. ഡിപ്രസ്ഡ് ആണ്, തനിച്ചാണ്, കൂട്ടുകാരില്ല, ധാരാളമാണ് ഒരാളുടെ മൈൻഡ് സെറ്റ് മാറിപ്പോകാൻ. അവൻ നല്ലൊരു ക്രിമിനലായി മാറി. അതിൻ്റെ കാരണം കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ തന്നെയാണ്. ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ചൈനയിലേക്ക് വിടുന്നു, ഫീസ് അടയ്ക്കാൻ താമസിക്കുന്നു, ഫീസിലുള്ള പ്രോബ്ലം വരുന്നു. അത് കാരണം അവന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് അവൻ്റെ ഭാവി ഇരുളടഞ്ഞു എന്നുള്ളത് അവന് മനസ്സിലാകുന്നു. വീട്ടിൽ വരുമ്പോൾ വീണ്ടും വേറെന്തൊക്കെയോ പഠിക്കാനായിട്ട് പോകണമെന്ന് പറയുന്നു. പണം കൊടുക്കുമ്പോഴൊക്കെ പയ്യാരം പറഞ്ഞുകൊണ്ടുള്ള പണം കൊടുപ്പ് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അവനോട് പറയേണ്ട രീതിയിൽ മാറ്റം വന്നു. പിന്നെ അവനെ ചർച്ചിലേക്ക് വിളിക്കുന്നു. ചർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം മാറുമെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ഭീകരമായ വിശ്വാസികളായ അച്ഛനും അമ്മയെയും അവൻ വെറുക്കാൻ തുടങ്ങി. ചർച്ചിനെ വെറുക്കാൻ തുടങ്ങി, ദൈവത്തിനെ വെറുക്കാൻ തുടങ്ങി. കാരണം തനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ തന്നെ ദൈവം വിചാരിച്ചാൽ തീരൂലേ. ഇത്രയും നല്ല ദൈവമാണെങ്കിൽ അവനെ സേവ് ചെയ്യത്തില്ല. ഇതിൽ നിന്നൊക്കെ അവൻ മാറി സഞ്ചരിക്കാൻ തുടങ്ങി എന്നുള്ളത് വാസ്തവമാണ്. ഒറ്റപ്പെട്ട് മുകളിൽ താമസിക്കുന്ന മകനെ പോയി കാണാൻ ഭയന്നിരുന്ന ഈ അച്ഛനും അമ്മയും തന്നെയാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുറ്റപ്പെടുത്തുന്നതല്ല, പൊതുവിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. പയ്യൻ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. നമ്മുടെ വീടുകളിലും ഇതുപോലെയൊക്കെ സംഭവിക്കാം. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചൂടാവുക, അനാവശ്യമായി കയറി കഥവടക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു രക്ഷപ്പെടലാണ്. അവർക്കുണ്ടായ വീഴ്ചകളിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ എടുത്തണിയുന്ന ഒരു മൂടുപടം മാത്രമാണത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വയലൻ്റ് ആകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളും നമ്മുടെ കുറ്റപ്പെടുത്തൽ താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇങ്ങോട്ട് ആദ്യം അങ്ങോട്ട് അടിക്കും. ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പയറ്റി നോക്കിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരെയും കൊല്ലാൻ പോയെന്നല്ല, അത്യാവശ്യം നമുക്ക് മാർക്കൊക്കെ കുറഞ്ഞാൽ അന്നത്തെ ദിവസം വീട്ടിൽ വന്ന് കുറച്ച് പട്ടി ഷോ കാണിക്കും. അപ്പോൾ പിന്നെ നമ്മളോട് ആരും അധികം ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. അത് ആ പട്ടി ഷോ ഭയപ്പെടുന്നതാണ്. എൻ്റെ ഉമ്മ അങ്ങനെയല്ല, പട്ടി ഷോയ്ക്ക് തിരിച്ച് വേറൊരു ഷോ തരും. നല്ലൊരു കുറുവടി വെച്ചിട്ട് നല്ല പോലെ തരും. അപ്പം പിന്നെ പട്ടി ഷോയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാവും. തിരിച്ച് നല്ല കിട്ടുമെന്ന് അറിയുമ്പോൾ പട്ടി ഷോ ഞാൻ അവിടെ കാണിക്കാറില്ല. ഉള്ളത് വാങ്ങിച്ച് കൊണ്ടുപോയി അടുത്ത് നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ശരിയാണോ എന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുക്കന്മാരടിച്ചാൽ പോലും മാതാപിതാക്കൾ കേസും കൊണ്ട് പോകുന്ന സ്ഥലത്ത് കുട്ടികളെ പാമ്പർ ചെയ്ത് നശിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഈ പയ്യന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു, പണം ചേർത്ത് അവനെ പഠിക്കാൻ വിട്ടു, രക്ഷപ്പെട്ടില്ല. കുഞ്ഞ് നന്നായി വരും, ദൈവം നന്നാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ദൈവം സാത്താൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച ചെറുക്കനെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുള്ളത്. ചികിത്സയിൽ കൂടെ മാറ്റാവുന്ന ഒരു അസുഖമായിരുന്നു. ഇനി വളരെ നിരാശയാണ്. ഇനി നടക്കത്തില്ല. ഇനി അവൻ പുറത്തു വന്നാലും ഇനിയും ക്രൂരമായ അമ്പുകൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകും. ആ പയ്യൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക നടക്കുന്ന കേസേ അല്ല. അവൻ ഇതിൽ നിന്ന് മാറി സഞ്ചരിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് ശുഭം. ഇനി നമ്മുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ വന്നിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും കുഞ്ഞെങ്ങും എത്തിയില്ലെന്നുള്ള കളിയാക്കലും ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മളെ സ്കിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അവർക്കതിന് വഴി ഒരുക്കി കൊടുക്കുകയല്ല ചെയ്യണം. ഇത് കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിൽ പോകും. ആ ഡിപ്രഷൻ ലെവൽ അത് ഭ്രാന്തെന്നല്ല പറയാം, അതൊരു പ്രത്യേകതരം ഡിപ്രഷനാണ്. അതാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്.
ആ ചെറുക്കൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വൈകൃതം വളർന്നു വരുന്നുണ്ടായിരുന്നു. അച്ഛനെ തല്ലുന്നുണ്ട്, അമ്മയെ തല്ലുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, മോന് ദേഷ്യം വന്നിട്ടല്ലേ എന്നൊക്കെ ലൈറ്റായി എടുത്തത് കൊണ്ടാണ് അവൻ ഒരു പടി കൂടെ കയറി വെട്ടി അങ്ങോട്ട് കൊന്നത്. അപ്പോൾ ഇവർ മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്ത് പറയുന്നില്ല, അതൊന്നും പുറത്ത് ഇനി പറയുകയുമില്ല. മകനെ മാത്രമാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. അവർക്ക് നല്ല പങ്കുണ്ട്, അച്ഛനും അമ്മയ്ക്ക് നല്ല പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ മകൻ ചോദിക്കുന്നത്, മകനോ മകളോ ആകട്ടെ, ചോദിക്കുന്നത് എന്തും ഈസി ആയിട്ട് നിങ്ങൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പാമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? ഈസിയാണ് എല്ലാം എന്ന് തോന്നും. അല്ല, എല്ലാത്തിലും സ്ട്രഗിൾ ഉണ്ടെന്ന്. ഓവർ സ്ട്രഗിളും പറഞ്ഞു കൊടുക്കരുത്. പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണത്. നല്ലപോലെ ചെയ്യാൻ അറിയാത്തവർക്കാണ് ഇതുപോലുള്ള ദുഃഖങ്ങൾ വരിക, മക്കളെ കൊണ്ടുള്ള ദുഃഖവും ദുരിതവും വരിക. ഇപ്പോഴും ഈ വീഡിയോയ്ക്കകത്തും ആ സ്ത്രീ പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ മകൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അതായത് ഇവർ കൊടുത്ത ഈ ബൈറ്റ് മകൻ കണ്ടു കഴിഞ്ഞാൽ വന്നാൽ അവരുടെ അന്ത്യവും ഉറപ്പാണ്. അപ്പം അവനെ പറ്റി മോശം മറ്റുള്ളവരടുത്ത് പറയുന്നത് കൊണ്ട് തന്നെയാണ് അവൻ പള്ളിയിൽ നിന്ന് മാറി സഞ്ചരിച്ചത്. അല്ലാതെ ഓം എന്ന പാട്ടിട്ടത് കൊണ്ടല്ല. ഒരു പക്ഷെ അങ്ങനെയുള്ള ചില മ്യൂസിക്കുകൾ മനസമാധാനം കൊടുക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടാവുക. നോർമലി ഞങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അത് തുറന്ന് തന്നെ പറയുന്നത്. ചില സമയം നമ്മൾ വല്ലാണ്ട് ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്. ആ സമയങ്ങളിൽ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സോങ്ങുകൾ കേൾക്കുന്നതാണ്. വളരെ ശാന്തിപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ് മ്യൂസിക്സ്. അത്തരം മ്യൂസിക് അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു പയ്യാരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഹിന്ദുമത വിശ്വാസവുമായിട്ട് യാതൊരു റിലേറ്റഡും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നു. ആ വീടും അതിൻ്റെ ഒരു താളപ്പഴയും ഒക്കെ, ആ ഒരു വീടും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏകദേശം ആ പയ്യൻ നല്ല പോലെ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒറ്റപ്പെട്ടു പോയ ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അറിയാത്ത 2 പേർ ചേർന്ന് ആ കുട്ടി ഒരു കൊലപാതകിയാക്കി എന്നതാണ് മനസ്സിലാവുന്നത്. ഡോക്ടർ പഠിച്ചിരുന്ന പയ്യനെ ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ മറ്റൊരെണ്ണത്തിലേക്ക് വഴിതിരിച്ച് വിട്ടതും തെറ്റായിപ്പോയി. അവനെ അതിലേക്ക് വിടുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടാകണമായിരുന്നു. അത് ചെയ്തില്ല, പോട്ടെ, സാരമില്ല. കോഴ്സ് ഇൻകംപ്ലീറ്റ് ആണ്. ഇനി മറ്റൊന്നിലേക്ക് അവൻ പോകുന്നു, അവിടെയും അവൻ സക്സീഡ് ചെയ്യുന്നില്ല. കുറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ തന്നെയാണ് ആ കുട്ടിയെ കൊണ്ട് ചെയ്തത്. ഡിപ്രഷൻ്റെ മറ്റൊരു സ്റ്റേജ് തന്നെയാണ് ഇതുപോലുള്ള ഭയങ്കരമായ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്. നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾ ഇതുപോലുള്ള അവസരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. നല്ല ഡോക്ടേഴ്സിനെ കാണണം. ഈ ഡോക്ടറിൻ്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ നല്ല കൗൺസിലേഴ്സാണ്. നമ്മൾ നന്നായി അവനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കും. പിന്നെ തല്ലുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. അമ്മയെ അച്ഛൻ തല്ലുന്നതോ അച്ഛൻ അമ്മ തല്ലുന്നതോ മക്കൾ തല്ലുന്നതോ, ഈ തല്ലുക എന്ന് പറയുന്ന വേർഷനെ തെറ്റാണ്. ആരെ തല്ലിയാലും അത് ചോദ്യം ചെയ്യണം. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു. കുടുംബ ബന്ധങ്ങളിൽ തല്ല് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മകൻ അമ്മയെ തല്ലുക, അച്ഛനെ തല്ലുക എന്നൊക്കെ പറയുന്നത് അതൊരു ക്യാഷ്വലായിട്ട് അവരെടുത്ത് വളരെ ലൈറ്റായി അതിനെ വിട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത്രയും റെസ്പെക്റ്റ് കാണിക്കേണ്ട ഒരു പൊസിഷൻ തന്നെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അച്ഛനെ അമ്മയൊക്കെ തല്ലാൻ കയറുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു അധപ്പതനം ഇനി വരാനില്ല. പയ്യൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ അതിൻ്റെ കാരണക്കാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ കെടുകാര്യസ്ഥത, വേറെ ഒന്നുമല്ല. പിന്നെ ചർച്ചിലേക്ക് ഇത്രയും ഡിവൈനായി ഇത്രയും ഡീപ്പിൽ അവർ ചർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് അവിടെ പ്രാർത്ഥിക്കുന്ന ആ സമയം, അവിടെ ചെലവഴിക്കുന്ന ആ സമയം മകൻ്റെ ഒപ്പം ചെലവഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മകൻ ഇപ്പോൾ ഇതുപോലൊരു ക്രൈമിൽ ജയിലിൽ പോകത്തില്ലായിരുന്നു. നഷ്ടപ്പെട്ടത് വലിയ നഷ്ടം. 24 വെട്ടൊക്കെ കൊണ്ട് അച്ഛൻ ഭീകരമായി മരണപ്പെടുക, അതിനു മുമ്പ് കത്തി മൂർച്ച കൂട്ടിക്കൊണ്ട് പോകുന്ന മകനെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്ക് സംശയം തോന്നിയില്ല, മകൻ ഇങ്ങനെ ചെയ്യുമെന്നവർ സ്വപ്നേബി വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വെറും ഓം എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ആഭിചാരക്രിയ മകൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളിലുള്ള കുറ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പൂർണ്ണമായും ആ മാതാപിതാക്കൾ തന്നെയാണ്. അനാവശ്യമായ മതബോധങ്ങളും ഒക്കെ തലയിൽ കയറ്റി കൊടുക്കുന്നതിൻ്റെ ഒരു റിയാക്ഷനാണിത്. നല്ല മതവിശ്വാസി ഒരിക്കലും ഇതുപോലെ ക്രൈം ചെയ്യരുത്. നല്ല മതമുണ്ടോ നാറ മതമുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. മതം ശരിക്കും മനസ്സിലാക്കി ദൈവഭക്തിയുള്ള വിശ്വാസമുള്ള ഒരാളും ഇതുപോലത്തെ പരിപാടികൾക്ക് പോകത്തില്ല. ഇത് അനാവശ്യമായിട്ടുള്ള ഒരു നരേഷനാണ് കൊണ്ടുവരുന്നത്. എല്ലാം അവരുടെ തലയിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യമൊന്നും സനാതനികളുടെ പരിപാടി. സനാതനികൾ ഇങ്ങനെയൊന്നുമല്ല, പെറ്റ തൗപ്പനെയൊക്കെ തല്ലി കൊല്ലുമോ അറിയില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിക്കിങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇതിനകത്ത് അങ്ങനെ ഒരു ക്രൈം സീൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടോത്രവും ബാക്കിയുള്ളതും ഒക്കെയാണ് ആ പയ്യനെ കൊണ്ട് ചെയ്യുന്നത്. പിന്നെ അച്ഛനൊക്കെ വെട്ടിക്കൊല്ലേണ്ട കാര്യമൊന്നും ബലി എങ്ങാനും കൊടുത്തതാണോ സംശയിക്കാം. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അതാണ് സത്യം. അച്ഛന് ബലി കൊടുത്തതാണെങ്കിൽ അവൻ പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന് സ്വയം പറയത്തില്ല. അവന് തന്നെ മനസ്സിലായി അവൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, അവൻ്റെ കൈവിട്ട് പോകുന്നുണ്ട്. അപ്പം രക്ഷിക്കണേ എന്ന് അവൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. 3 പ്രാവശ്യം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ ഡോക്ടറുടെ പേര് വിവരങ്ങൾ കൃത്യമായി അമ്മ പറയുന്നുമില്ല ഈ വീഡിയോയ്ക്കകത്ത്. ഈ വീഡിയോയിൽ നല്ല ഒരു വീഡിയോയിലും അമ്മ പറയുന്നില്ല. അതറിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകും. തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരു ഇതിലാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ കൺഫ്യൂഷൻ ആണല്ലോ നമ്മളും പറയുന്നത്, സംവാദമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും അതിനകത്ത് അഭിപ്രായം ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് തോന്നിയത്. താങ്ക് യു.